ഹായ് അസ്സാം വലൈക്കും. മലബാർ സൈഡിലുള്ള ഒരു ട്രഡീഷണൽ ഐറ്റമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടങ്ങളിൽ കല്യാണങ്ങളിൽ തക്കാരങ്ങളിൽ അതായത് പാർട്ടികളിലൊക്കെ ഒന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായി മാറിയിട്ടുണ്ട് അലിസ അലീസ അരീസ് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വിഭവം അതിൻ്റെ തനതായ ടേസ്റ്റ് തന്നെ, പക്ഷേ ഈസി ആയിട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആയിട്ടുള്ള ഈസി ബിരിയാണിയും കൂടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. കുറേ നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പണ്ട് കാലത്തൊക്കെ ഇത് വിറകടുപ്പിലൊക്കെ വെച്ച് കുറേ ടൈം എടുത്തിട്ടൊക്കെ കുക്ക് ചെയ്തുണ്ടാക്കണതായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഈസി കുക്കിങ്ങിൻ്റെ കാലമാണല്ലോ, ആർക്കും അത്ര ടൈമൊന്നും സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ്റെ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള പീസും ഉണ്ട്, ബോണുള്ള പീസും ഉണ്ട്. ചെറിയ പീസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചിക്കൻ പീസസൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുള്ള ഒരു വെള്ളം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 കഷ്ണം പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, 3 ഏലക്കായ, പിന്നെ അതുപോലെ തന്നെ 4-5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെള്ളുള്ളി, പിന്നെ കുരുമുളക് ബോൾ തന്നെ ഉണ്ടെങ്കിൽ അത് ഇടാം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് പൗഡർ ഒരു പിഞ്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അധികം ചേർക്കണ്ട. നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ ഇതിന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഞാനിതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ നേരത്തെ ചേർത്തെടുത്ത് വെളുത്തുള്ളി അതൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ ഇനി ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്. നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തതിൻ്റെ അതിലേക്ക് ഞാനിതായിപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലും കൂടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കുക. ഇതൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് ആ ഒരു ചിക്കൻ അതിൻ്റെ ബോണൊക്കെ ഒഴിവാക്കി ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതായി ഒരു 3/4 കപ്പ് ഓട്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക. കുറച്ച് സമയം അത് ഓട്സ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഓട്സൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇതൊന്ന് ചൂടാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ചൂടാക്കാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി
ഇനി ഞാനിത് ചെയ്യാൻ പോണത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്ത് വരാനാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കുക. ഇനി ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ചൂട് നന്നായിട്ട് ആറിയ ശേഷം മാത്രം നിങ്ങൾ മിക്സിൻ്റെ ജാറിലിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ ഇത്രയും മതി കേട്ടോ. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതായത് ഒരു സവാള, ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതൊന്നിങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചൂടായ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളക്ക് പകരം ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ടാണെങ്കിൽ അതും ഇടാം കേട്ടോ. നെയ്യിലിങ്ങനെ വറുത്ത് കോരിയിട്ടിടാം. ഫ്ലെയിം ലോ ആക്കി വെക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. സവാള കരിഞ്ഞു പോവാതെ തന്നെ നന്നായിട്ടൊരു ബ്രൗൺ നിറക്കി എടുക്കുക. ഇങ്ങനെ ഉള്ളി പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടും. നമ്മൾ എടുത്ത് വെച്ചാലും തണുത്ത് പോവില്ല ഉള്ളി. അതായത് നമ്മളിങ്ങനെ പൊരിച്ചെടുത്ത് വെച്ചാലും കുറച്ച് സമയമൊക്കെ ആ ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. ഇതപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അൽസക്ക് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഈ പൊരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാം കേട്ടോ. ഞാനിതാ ഇതുപോലെ അതിന്ന് മാറ്റി വെക്കാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കളർ ഇതായി പോയിട്ടുണ്ട്. ബാക്കി നെയ്യും ഇങ്ങനെ വെച്ചു. ഈസി ആയിട്ട് തന്നെ നമ്മളിവിടെ അൽസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ആ ടേസ്റ്റിലൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഓട്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. കാരണം ആ ഒരു ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ്ഫുൾ ആയിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നും പറയുന്ന മാതിരി തന്നെ നിങ്ങളെ വലിയ സപ്പോർട്ട് എന്തായാലും വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇതുപോലെ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള റെസിപ്പീസായിട്ട് വരാം.